പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കുറ്റപത്രം ജനങ്ങൾ അംഗീകരിച്ചു. വിജയത്തിന് പിന്നിൽ ടീം UDF. വി.ഡി. സതീശൻ. LDF സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കുറ്റപത്രം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ടീം UDF. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചതും UDFന്റെ കൂട്ടായ പ്രവർത്തനം. ഉജ്ജ്വല വിജയം സാധ്യമാക്കിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്ദിയെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ UDF മുന്നണിയുടെ മികച്ച പ്രകടനത്തിനു പിന്നാലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFിലെ എല്ലാ കക്ഷികളും ഒറ്റ കക്ഷികളായാണ് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കുറ്റപത്രങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. ജനം വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി. അവർ കാണിച്ച വർഗീയത തോൽവിക്ക് കാരണമായി എന്നും സതീശൻ പറഞ്ഞു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ന്യൂനപക്ഷ വർഗീയതയും ശേഷം ഭൂരിപക്ഷ വർഗീയതയുമാണ് അവർ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പിൽ BJP എന്തെങ്കിലും നേട്ടം കൊയ്തിട്ടുണ്ടെങ്കിൽ കാരണക്കാർ CPMന്റെ പ്രീണന നീക്കമാണ്. ജനവിധിയെ CPM വളരെ മോശമായിട്ടാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഭംഗിയായി ശാപ്പാട് കഴിച്ച് ഞങ്ങൾക്കിട്ട് തിരിഞ്ഞു കൊത്തിയെന്നാണ് MM മണി പറഞ്ഞത്. ജനങ്ങളെ പൂർണ്ണമായും അധിക്ഷേപിക്കുകയാണിവർ. സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ ഊറ്റിയെടുത്ത സർക്കാരാണ്. ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്നും കൊടുത്ത ഔദാര്യമല്ലല്ലോ ഒന്നും. ക്ഷേമ പരിപാടികൾ ആദ്യമായി കൊണ്ടുവന്ന സർക്കാരല്ല ഇടതുപക്ഷ സർക്കാർ. ക്ഷേമ പദ്ധതികളെ അട്ടിമറിച്ച സർക്കാരാണിവർ. എന്നിട്ടും അവർക്ക് എങ്ങനെ ജനഹിതത്തെ നിസ്സാരമായി അപമാനിക്കാൻ കഴിയും? ഇത് MM മണിയുടെ മാത്രം അഭിപ്രായമല്ല. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഉള്ളിലിരിപ്പും ഇത് തന്നെയാണെന്നും സതീശൻ വ്യക്തമാക്കി. ജനകീയ പ്രശ്നങ്ങളിൽ ടീം UDF ജനങ്ങളോടൊപ്പം തന്നെയുണ്ടാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന മഹാപോരാട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ജനങ്ങൾ നൽകിയ ഈ പിന്തുണ ഞങ്ങളുടെ ഉള്ളിലുണ്ടാകും. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ശക്തിയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഇത്രയും വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് കൂടുതൽ വിനയാൻവിതരായി പെരുമാറുക എന്നതാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.